പ്രംബരൻ ക്ഷേത്രം ഇന്ത്യക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പാലമായി ഈ ക്ഷേത്രം വിശേഷിപ്പിക്കപ്പെടുന്നു. ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ട് 1000 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇന്നും ഇന്ത്യയുടെ പൈതൃകത്തിൽ ഈ ക്ഷേത്രത്തിന് ഒരു സ്ഥാനമുണ്ട്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇവർക്ക് സമർപ്പിച്ചിരിക്കുന്ന 240ഓളം വലുതും ചെറുതുമായ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമുച്ചയമാണ് പ്രംബരൻ ക്ഷേത്രം. ഇന്തോനേഷ്യയിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ജൂലൈ 8-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റിനൊപ്പം യോഗ്യകാർത്തയിലെ പ്രശസ്തമായ പ്രംബരൻ ക്ഷേത്രം സന്ദർശിക്കും. 1000 വർഷത്തിലേറെയായി ഇന്ത്യയും ഇന്തോനേഷ്യയും ബന്ധിപ്പിച്ചിരിക്കുന്ന ആഴത്തിലുള്ള സാംസ്കാരികവും നാഗരികവുമായ ബന്ധങ്ങളെ ഈ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. 9-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്ര സമുച്ചയമാണ്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവർക്ക് സമർപ്പിച്ചിരിക്കുന്ന 240 വലുതും ചെറുതുമായ ക്ഷേത്രങ്ങൾ തുടക്കത്തിൽ ഈ സമുച്ചയത്തിൽ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നായി ഇന്നും ഈ ക്ഷേത്രം തുടരുകയാണ്. ക്ഷേത്രത്തിലെ ശിലാഫലകങ്ങൾ രാമായണത്തിലെ രംഗങ്ങൾ ചിത്രീകരിക്കുന്നവയാണ്. ഇന്ത്യൻ ഇതിഹാസങ്ങൾ കടലുകൾ കടന്ന് ജാവനീസ് സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയത് എങ്ങനെ എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇന്നും ഇന്തോനേഷ്യയിലെ ആഘോഷിക്കപ്പെടുന്ന രാമായണ ബാലയിലൂടെ ഇതിഹാസം സജീവമായി തുടരുന്നു. നൂറ്റാണ്ടുകളായി ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, കാലപ്പഴക്കം എന്നിവ പല ക്ഷേത്രങ്ങളെയും നശിപ്പിച്ചു. പതിറ്റാണ്ടുകളുടെ പുനരുദ്ധാരണം, സംരക്ഷണം ഇതൊക്കെ ഈ സമുച്ചയത്തിന്റെ ഭൂരിഭാഗവും പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു. ഇന്ന് പ്രംബരൻ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി അഭിമാനത്തോടെ നിലകൊള്ളുകയാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും ഇപ്പോൾ പങ്കിടുന്ന ഈ പൈതൃകത്തിൽ ഒരു പുതിയ അധ്യായം തുടക്കം കുറിക്കുകയാണ്. പ്രംബരൻ സമുച്ചയത്തിനുള്ളിലെ നിരവധി ചെറിയ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനും സംരക്ഷണത്തിനുമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്തോനേഷ്യൻ അധികാരികളുമായി സഹകരിക്കുന്നു. ഭാവി തലമുറകൾക്കായി ഒരു പൊതു സാംസ്കാരിക പൈതൃകം അത് സംരക്ഷിക്കുന്നതിനുള്ള 2 രാജ്യങ്ങളുടെയും ഒരു ഉത്തരവാദിത്തമാണ് ഈ സംരംഭത്തിലൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ പ്രംബരൻ സന്ദർശനം അതൊരു നയതന്ത്ര ഇടപെടലിനേക്കാൾ കൂടുതലായി ശ്രദ്ധ ആകർഷിക്കുന്നു. ഭൂമിശാസ്ത്രം, വ്യാപാരം ഇത് മാത്രമല്ല, സംസ്കാരം, വിശ്വാസം, ചരിത്രം ഇവയാൽ രൂപപ്പെട്ട ഒരു ബന്ധത്തിന്റെ ആഘോഷമാണിത്. നിർമ്മിക്കപ്പെട്ടിട്ട് 1000-ലധികം വർഷങ്ങൾക്ക് ശേഷവും ഇന്ത്യക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയിലുള്ള ഒരു കാലാതീതമായ പാലമായി പ്രംബരൻ ഇപ്പോഴും നിലകൊള്ളുകയാണ്. എന്തായാലും പ്രംബരൻ സന്ദർശിക്കാനിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്ത ദിവസങ്ങളിൽ. ന്യൂസ് ഡെസ്ക് കർമ്മ.